ഏവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 12 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനകത്തുനിന്ന് ചില ലഘുവായ ഭാഗങ്ങളിലേക്ക് മാത്രം കടക്കുന്നു. അതിനപ്പുറമായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വീര്യപ്രവർത്തികൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഭാഗങ്ങളെ നമുക്കൊരുമിച്ച് വായിക്കാം. എഫെസ്യർ 2:12 തുടങ്ങി 2 കാലഘട്ടങ്ങളെയാണ് ഈ 12 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കാലങ്ങളെ കാണുവാൻ കഴിയും, 2 അവസ്ഥകളെയും കാണുവാൻ കഴിയും. 2 കാലങ്ങളും 2 അവസ്ഥകളും അതാണ് ഈ 8 വാക്യങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. 12 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പൂർവ്വകാലത്തെയും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയും പറഞ്ഞ് 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനി മേൽ എന്ന് പറഞ്ഞ് ഉറപ്പോടുകൂടെ സംസാരിക്കുകയാണ്. ഈ 2 കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ, 2 അവസ്ഥകളിലേക്ക് നോക്കുമ്പോൾ വിവിധ തലങ്ങളിൽ ചിതറിപ്പോയ മനുഷ്യനെ ഏകോപിപ്പിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് ഈ 8 വാക്യങ്ങളിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവുമായി കണക്ഷൻ ഇല്ലാത്തവരായിരുന്നു. രണ്ടാമതായി പറയുന്നു, ഇസ്രായേലിൻ്റെ സിറ്റിസൺഷിപ്പിനോട്, ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തോട് നിങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു. 3, ദൈവികമായ വാഗ്ദത്തങ്ങളോട് നിങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു. 4, നിങ്ങൾക്ക് ഭാവിയെ സംബന്ധിച്ച് ഒരു പ്രത്യാശയില്ലായിരുന്നു. ലോകത്തിൽ നിങ്ങൾ ദൈവമില്ലാത്തവരായി, ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിനോടും ബന്ധപ്പെടാതെ കെട്ടുപൊട്ടിയ ഒരു പട്ടം പോലെ അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. കണ്ടോ, ക്രിസ്തുവുമായി ബന്ധമില്ല, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ല, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങളോട് ബന്ധമില്ല, പ്രത്യാശയോട് ബന്ധമില്ല, ദൈവത്തോട് ബന്ധമില്ല. ഒന്നുമായും ബന്ധമില്ലാതെ എവിടെയോ ഒറ്റപ്പെട്ട് എവിടെയോ അലഞ്ഞു തിരിയുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് പറയുന്നത്. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതത്തിൽ ഒന്നുമായിട്ടും കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, ഒന്നുമായിട്ടും ഒന്ന് ബന്ധിപ്പിക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ പറയും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ലെന്ന്. ജീവിതത്തിൽ ഒന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യുവാൻ കഴിയുന്നില്ല, കുടുംബത്തിനകത്ത് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, നല്ലൊരു പാസ്റ്ററുമായി കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, നല്ലൊരു ഫെലോഷിപ്പുമായി കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, നല്ല കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഒരു ബന്ധത്തിലേക്ക് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, ഉപജീവന മാർഗത്തിന് നല്ലതായി പഠിച്ചു വിദ്യാഭ്യാസമുണ്ട്, പക്ഷെങ്കിൽ ഒരു തൊഴിൽദാതാവുമായി കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, കയ്യിൽ കാശുണ്ട് പക്ഷെങ്കിൽ വീട് മേടിക്കാൻ ഒരിടവുമായി കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആത്മതലവുമായി കണക്റ്റ് ആകാൻ കഴിയുന്നില്ല, ഒന്നുമായിട്ടും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കണക്റ്റ് ആകാൻ കഴിയുന്നില്ല. എവിടെയോ നിന്നിങ്ങനെ അലഞ്ഞ് കറങ്ങി തിരിയുകയാണ്. കണ്ടോ, 5 ഭാഗങ്ങളെ പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്തുവുമായി ബന്ധമില്ല, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ല, വാഗ്ദത്തങ്ങളോട് ബന്ധമില്ല, പ്രത്യാശ എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, ദൈവത്തോട് ബന്ധമില്ല. എന്നിട്ട് ഈ ബന്ധമില്ലായ്മയുടെ അവസ്ഥകളെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, നമ്മൾ സാധാരണമായി
ഹയർ സ്റ്റഡീസിലേക്കൊക്കെ വരുമ്പോൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വേർഡുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന്. പക്ഷെ വെറും വേർഡ് അല്ല അത്. എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നു? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു വലിയ സബ്ജക്റ്റാണ്. ഓരോ ബന്ധങ്ങളുടെ തടസ്സങ്ങൾ എന്നുള്ളത്. ഇങ്ങനെ ഓരോ വിധത്തിൽ മനുഷ്യനെ അകറ്റിക്കളയുന്ന, ബന്ധങ്ങളെ ചിഹ്നിപ്പിച്ച് കളയുന്ന ഓരോ വിഷയങ്ങളെയാണ് അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത്. 13-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ അവിടെ സംഭവിക്കുന്ന ഒരു വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. ദൂരസ്ഥരായി പോയി അവരെ സമീപസ്ഥരാക്കുന്നു എന്ന് പറഞ്ഞാൽ അകലങ്ങൾ, ഒരു സ്ഥലദൂരങ്ങൾ മനുഷ്യനെ അകറ്റിക്കളയുകയാണ്. വാഗ്ദത്തവുമായി ഒത്തിരി അകലത്തിലാണ്, കൂട്ടായ്മയുമായി ഒത്തിരി അകലത്തിലാണ്, ദൈവവുമായി ഒത്തിരി അകലത്തിലാണ്, അനുഗ്രഹങ്ങളുമായി ഒത്തിരി അകലത്തിലാണ്, നിങ്ങൾ ചെന്നെത്തേണ്ട ഡെസ്റ്റിനേഷനുമായി ഒത്തിരി അകലത്തിലാണ്. എവിടെയോ നിങ്ങളെ അകറ്റിക്കളയുകയാണ്. എത്ര നടന്നിട്ടും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഡെസ്റ്റിനേഷനിലേക്ക്, ആ നിശ്ചിത സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല. തുഴഞ്ഞിട്ടും തീരം കാണാൻ കഴിയുന്നില്ല. ഓടിയിട്ടും ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ദൂരസ്ഥനായി കിടക്കുകയാണ്. മരുഭൂമിയിലൊക്കെ നമ്മൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വാഹനം കയറി പോകുമ്പോൾ നീണ്ടു കിടക്കുന്ന വഴിക്കപ്പുറത്ത് ഒരു കടലുള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഓടുന്തോറും ഇത് എന്ത് ചെയ്യും? ഈ കടൽ ദൂരത്തിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. മരുഭൂമിയിലെ മരീചിക എന്ന്, മാൻപേടകളൊക്കെ ഈ മരീചികയെ തേടി ഓടി ചത്തുപോകുമെന്നാണ് പറയാറുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ ദൂരസ്ഥരായിരിക്കുക, ഒരിക്കലും ഒന്നിനെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കണക്റ്റ് ആകാൻ കഴിയുന്നില്ല. ഏത് പ്രവാചകൻ വന്നാലും പറയുന്നുണ്ട്, ദൂതുണ്ട്, അനുഗ്രഹമുണ്ട്, വലിയ ഷിഫ്റ്റ് വരാൻ പോകുന്നു, വലിയ അനുഗ്രഹം വരാൻ പോകുന്നു, വലിയ റിവൈവൽ വരാൻ പോകുന്നു. പക്ഷെ ഇതുമായിട്ടൊക്കെ എപ്പോഴും എന്താണ്? ഇതെവിടെയോ ദൂരത്തിൽ നിൽക്കുകയാണ്. ഇതുമായിട്ട് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ രോഗസൗഖ്യം വരുമെന്ന് പറയുന്നു, ഇത് എവിടെയോ ദൂരത്താണ്. തെക്ക് നിന്നൊരു ഉണർവ് വരുമെന്ന് പറയുന്നു, ഇത് എവിടെയോ ദൂരത്താണ്. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നോ? വാഗ്ദത്തമുണ്ട്, അനുഗ്രഹമുണ്ട്, പക്ഷേ അതുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. എന്തോ ഒരു ഗ്യാപ്പ്, എനിക്ക് അടുക്കാൻ കഴിയുന്നില്ല. ദൂരസ്ഥനായിരിക്കുന്നു, എനിക്കതിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. പക്ഷേ അടുക്കലേക്ക് ചെല്ലാൻ കഴിയാതെ ദൂരത്ത് നിർത്തുന്ന സംഗതിയുടെ മേൽ 13-ാം വാക്യം പറയുകയാണ്, നിന്നെ ആരാണ് ദൂരത്ത് നിർത്തിയതെങ്കിലും, നിന്നെ ആരാണ് തള്ളി മാറ്റി നിർത്തിയതെങ്കിലും, നിന്റെ ഏത് കഴിവുകേട് കൊണ്ടാണ് നിനക്ക് ബീയിങ് ക്ലോസർ, അടുത്തോട്ട് ചെല്ലാൻ കഴിയാതിരുന്നതെങ്കിലോ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീ സമീപസ്ഥനായി തീർന്നോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അകറ്റി നിർത്തിയ സമൂഹം, അകറ്റി നിർത്തിയ ശക്തികൾ, അകറ്റി നിർത്തിയ ബലങ്ങൾ, അവിടെ പറയുകയാണ് യേശുവിന്റെ രക്തം നിന്നെ സമീപസ്ഥനാക്കി തീർക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ആരംഭത്തിങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതിനെ പറഞ്ഞു പോകട്ടെ. ഞാൻ ഇൻട്രോ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് യേശുവിൻ്റെ രക്തം ചിലതുമായി നിങ്ങളെ സമീപസ്ഥരാക്കി തീർക്കും. യേശുവിൻ്റെ രക്തം ചിലതുമായി നിങ്ങളെ സമീപസ്ഥരാക്കി തീർക്കും. ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ദൂരത്താണ്. ചില രാജ്യങ്ങൾ നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷേ ദൂരത്താണ്. ചില അവസ്ഥകൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഒത്തിരി വിദൂരതയിലാണ്. പക്ഷേ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രക്തം ഈ പകൽക്കാലം ചിലതുമായി നിങ്ങളെ സമീപസ്ഥരാക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവം ചിലതുമായി നിങ്ങളെ സമീപസ്ഥരാക്കുവാൻ പോകുന്നു. യേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, ആ സാമീപ്യത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് താഴേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ ആരംഭത്തിൽ പറയട്ടെ, ദൈവവുമായിട്ടാണോ നിങ്ങൾക്ക് അകലം? ആമേൻ. ഒരു മനുഷ്യനുമായിട്ടാണോ നിങ്ങൾക്ക് അകലം? ഒരു അവസ്ഥയുമായിട്ടാണോ നിങ്ങൾക്ക് അകലം? ഒരു സംഗതിയുമായിട്ടാണോ നിങ്ങൾക്ക് അകലം? ഏതുമായിട്ടാണ് അകലമെങ്കിലോ, ആമേൻ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തത്തിന് നിങ്ങളെ വലിച്ചടുപ്പിക്കാൻ കഴിയും. ഇന്ന് പകൽ അകന്നു നിൽക്കുന്ന ചിലതിനെ യേശുവിൻ്റെ രക്തം വലിച്ചടുപ്പിക്കുന്നത്, ആമേൻ, കടലിനകത്ത് തിര ഉയർന്ന് കപ്പലിനെ കരയടുപ്പിക്കത്തില്ലെന്ന് പറയുന്നത് പോലെ നിന്നെ കരയടുപ്പിക്കത്തില്ലെന്ന്, നിന്നെ നിശ്ചിത ഡെസ്റ്റിനേഷനിൽ തൊടുവിപ്പിക്കത്തില്ലെന്ന്, എന്നും വാഗ്ദത്തങ്ങൾ ദൂരെ നിർത്തുമ്പോൾ, എന്നും അനുഗ്രഹങ്ങൾ ദൂരെ നിർത്തുമ്പോൾ, ഇന്ന് പകൽ യേശുവിൻ്റെ രക്തം നിന്നെ അടുപ്പിക്കുകയാണ്. The blood of Jesus is going to make you nigh,
മേക്ക് യു നിയറർ. നിന്നെ ഒന്ന് അടുപ്പിക്കാൻ പോവുകയാണ്. കയ്യെത്തുന്ന ദൂരത്തിലേക്ക് ചിലത് ദൈവം കൊണ്ടുതരാൻ പോവുകയാണ്. അത് നിന്റെ ബലത്താലല്ല, കൂട്ടുകാരുടെ ബലത്താലല്ല, സ്നേഹിതരുടെ ബലത്താലല്ല. ഓൺലി ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് കയറിക്കേ. യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് കയറിക്കേ. ഇന്ന് പകൽ സ്വർഗം ചിലതിനെ നിനക്ക് സമീപമാക്കി തരാൻ പോവുകയാണ്. യേശുവിൻ്റെ രക്തം ചിലതിലേക്ക് നിന്നെ കണക്ട് ചെയ്യുന്ന പകലാണ്. യേശുവിൻ്റെ അധികാരത്തിൽ ഇന്ന് പകൽ ഇതിനകത്ത് കണക്ഷനുകൾ സംഭവിക്കട്ടെ. അർദ്ധന ശബപ്രവൽ ഖോർധാനിയ അർദ്ധന ഹഠ രഗ ശബപ്രവാലിയ അർദ്ധുന രബ ശബ പ്രവലിയ രാധാനിയ സംധാനിയ രബഹത്വരാദിയ. അവൻ്റെ രക്തം എന്നെ സമീപിപ്പിക്കുന്നു, അവൻ്റെ രക്തം എന്നെ അടുപ്പിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. കർത്താവേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരുത്തനെ കരുതിയിട്ടുണ്ട്, ഒരുത്തിയെ കരുതിയിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് സമീപിക്കാൻ കഴിയുന്നില്ല. കർത്താവെ, നന്മയുമായിട്ട് സമീപിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ആ മേഖലയെ യേശുവിൻ്റെ രക്തത്തിന് വിട്ടുകൊടുത്തേ, യേശുവിൻ്റെ രക്തത്തിന് വിട്ടുകൊടുത്തേ, യേശുവിൻ്റെ രക്തത്തിന് വിട്ടുകൊടുത്തേ. നിനക്ക് കണക്റ്റ് ആകാൻ കഴിയാത്ത വിഷയത്തിനകത്തേക്ക്, നിനക്ക് കണക്റ്റ് ആകാൻ കഴിയാത്ത വിഷയത്തിനകത്തേക്ക് യേശുവിൻ്റെ രക്തം ഇന്ന് നിന്നെ കണക്ട് ചെയ്യുന്നത്. ഒരു രാജ്യത്തെക്കുറിച്ച് നിനക്കൊരു വാഗ്ദത്തമുണ്ട്, പക്ഷെ ആ രാജ്യവുമായിട്ട് നിനക്ക് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് നിന്റെ അകത്ത് ദൈവം അതുമായിട്ട് നിന്നെ സമീപിപ്പിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വ്യക്തികൾ ഓരോരുത്തരോടോ ഞാൻ പരിശുദ്ധാത്മാവിൽ ഉറപ്പിച്ച് പറയുന്നു, the blood of Jesus going to make you nearer to the promise, nearer to the presence of God, nearer to the blessings, nearer to the destination. Holy Spirit, യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. ഇന്ന് പകൽ അകന്ന് നിൽക്കുന്ന ഓരോ വിഷയത്തെ നോക്കി പറയും, യേശുവിൻ്റെ രക്തം എന്നെ അടുപ്പിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ രക്തം എന്നെ അതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ രക്തം എന്നെ ചേർത്ത് വെക്കാൻ പോവുകയാണ്. നടുക്കടലിൽ തിരയടിച്ച് കപ്പലെ നിന്നെ ഒരിക്കലും മറുകര കാണിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ രക്തം പറയുകയാ, ഞാനിവനെ അക്കരെ എത്തിക്കും, അക്കരെ എത്തിക്കും. രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. There is power in the blood of Jesus. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. Let the power of blood be manifested. രക്തം സമീപിക്കുകയാണ്. മറന്നു കളയരുത്, വിട്ടുകളയരുത്. രക്തം സമീപിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ എഴുതി വെച്ചോ, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധൈര്യത്തിൽ, സ്പിരിറ്റിൻ്റെ അതോറിറ്റിയിൽ ചലഞ്ച് ചെയ്യുന്നു. യു ഷാൽ ബി ക്ലോസർ മോർ നിയറർ ടു ദ പ്രോമിസ്, ടു ദ ഡെസ്റ്റിനേഷൻ. ജീസസ്, ഹോളി സ്പിരിറ്റ്. നീ വെളിപ്പാടിൽ കണ്ടതിനെ നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ സ്വപ്നത്തിൽ കണ്ടതിനെ നിന്റെ കണ്ണുകൊണ്ട് കാണും. നിന്റെ ഹൃദയ ദൃഷ്ടി കൊണ്ട് നീ കണ്ടതിനെ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നീ കാണും. നീ വെളിപ്പാടിൽ കണ്ടതിനെ നിന്റെ ലിറ്ററലി, നീ സ്പിരിച്വലത്തിൽ കണ്ട ചിലതിനെ നീ ലിറ്ററലി കാണും. Be confident in Holy Spirit. Holy Spirit. അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു കാര്യം സ്ഥലത്തിന്റെ ദൂരമാണ്. അടുത്തതായിട്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടാമത്തെ ബാരിയർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര നടിച്ചുവറാണ്. അത് ഈ വാക്യത്തിൽ പറയുമ്പോൾ വേർപാടിൻ്റെ ന്യായപ്രമാണം എന്ന ഒരു നടിച്ചുവറിനെ കുറിച്ച് പറയുകയാണ്. ആ ചുവരിനെ ഇടിച്ചു കളയുകയാണ്. അത് എങ്ങനെയാണ് ഇടിച്ചു കളയുന്നത്? ദൂരത്തെ മാറ്റിയത് രക്തമാണ്, പക്ഷെ നടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞ എങ്ങനെയാ? എനിക്ക് നന്നായി അറിയാം, എൻ്റെ തൊട്ടപ്പുറത്ത് വാഗ്ദത്തമുണ്ട്. എനിക്ക് 1 കിലോമീറ്റർ പോലും നടക്കാനില്ല, എനിക്ക് 5 മിനിറ്റ് പോലും നടക്കാനില്ല, എനിക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്താണത്. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഭയങ്കര മതിൽ കെട്ടിയിരിക്കുകയാണ്. ഈ മതിലിനെ പൊളിച്ചാലേ എനിക്ക് ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അടഞ്ഞ വാതിലുകൾ, വേർപാടിൻ്റെ നടിച്ചുവർ. ഒരു ചുവര് കെട്ടിയാൽ ആ ചുമരിനകത്ത് എന്തുണ്ടായിരിക്കും? ചുമരെപ്പോഴും നല്ലതാ, പക്ഷെ ചുമരിൻ്റെ വാതിൽ അടയുമ്പോഴാണ് ചുമരെന്താകുന്നത്?
ദോഷമാകുന്നത്. കർത്താവ് വന്ന ചുമരിനകത്തൊരു വാതിൽ തുറക്കുകയല്ല, ഇനി ഒരു കാലത്തും പൂട്ടപ്പെടാതെ വണ്ണം ആ ചുമരിനെ തന്നെ തകർത്ത് കളയുകയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവൻ്റെ ജഡത്താൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്താൽ, അവൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളാൽ, അവൻ്റെ ശരീരത്തിലേറ്റ മുറിവുകളാൽ, എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരുകൾ അവൻ ജഡത്താൽ നടുച്ചുവരിനെ നീക്കി. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തം മാത്രമല്ല, അവൻ്റെ അടിപ്പിണരുകൾ, അവൻ്റെ തകർന്ന ശരീരം, അവൻ്റെ പിച്ചി പറിക്കപ്പെട്ട ശരീരം ഇന്ന് പകൽക്കാലം നിന്റെ തടസ്സത്തിൻ്റെ നടുചുമരുകളെ പൊട്ടിച്ചെറിയുമെന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നിന്നാട്ടെ. മൂന്നാമത്തെ ഭാഗം, 1 ദൂരം, 2 ചുമരുകൾ. മൂന്നാമതായി പറയുമ്പോൾ സ്തോത്രം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. 1 ദൂരം, 2 വലിയ മതിലുകൾ, 3 ശത്രുത്വം. ഈ ശത്രുത്വത്തെ നീക്കിയിട്ട് അവിടെ ഐകമത്യപ്പെടുത്തുകയാണ്. ഇനി വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്കിരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഇവിടെ 2 പക്ഷത്തിരുന്നവരെ ഐക്യമത്യപ്പെടുത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണെന്നാണ് പറയുന്നത്? ഏക ആത്മാവ്. രക്തത്താൽ കർത്താവ് അടുപ്പിച്ചു കൊണ്ടുവന്നു. തൻ്റെ അടിപ്പിണരുകളാൽ കർത്താവ് ഇവരുടെ ഇടയിലുള്ള ആ നടുച്ചുവരിനെ പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ആത്മാവിനാൽ ഇവരെ ഐക്യപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നു. എന്ത് സിസ്റ്റമാറ്റിക്കലി അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്? വിക്ടറി ത്രൂ ദ ബ്ലഡ്, വിക്ടറി ത്രൂ ദ സ്ട്രൈപ്സ് ആൻഡ് വിക്ടറി ത്രൂ ദ സ്പിരിറ്റ്. രക്തത്താൽ, അടിപ്പിണരുകളാൽ അല്ലെങ്കിൽ വചനത്താൽ അതിനനന്തരമായി കടന്നു വരുമ്പോൾ പറയുകയാണ്, സ്തോത്രം, ആത്മാവിനാൽ നിങ്ങളെ ഐകമത്യപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അതിലേക്കാണ് കടന്നു വരുന്നത്. ആത്മാവിനാൽ ദൈവം ചിലതിനെ ഐക്യപ്പെടുത്താൻ പോവുകയാണ്. സ്പിരിറ്റ് കണക്ഷൻസ് ഇതിനകത്ത് സംഭവിക്കും. ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ കണക്ട് ചെയ്യും. ഞാൻ വേഗതയിൽ പോകുന്ന ഒരു പ്രസംഗമല്ല ഇന്ന്. ചില കാര്യങ്ങളെ പറഞ്ഞു പോവുകയാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ച് അതിലേക്ക് കടന്നു വന്ന് ഈ മെസ്സേജിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മതലത്തിൽ കയറി അതിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ ഏക ആത്മാവിനാൽ നമ്മളെ പിതാവിങ്കലേക്ക് പ്രവേശനം നൽകി. ഇപ്പോൾ ആദ്യം നമ്മളെ ആരുമായിട്ടാണ് അടുപ്പിച്ചത്? പിതാവുമായിട്ട്. ജീവിതത്തിൽ ഏതിലേക്ക് നമ്മൾ അടുക്കുന്നതിന് മുമ്പേയും ആദ്യം പിതാവിങ്കലേക്ക്, ദൈവത്തിങ്കിലേക്ക് അടുക്കണം. ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുമ്പോൾ അവിടെ നിന്നാണ് അവന് ബാക്കി എല്ലാ കണക്ഷനുകളും ഉണ്ടായി വരുന്നത്. ശ്രദ്ധിക്കണമേ, ഞാൻ ആവർത്തിക്കട്ടെ. ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് കണക്റ്റായി കഴിയുമ്പോഴാണ് അവന് നഷ്ടപ്പെട്ടു പോയ സകല കണക്ഷനുകളും ദൈവം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ആവശ്യമായതൊക്കെയും ദൈവം നൽകി തരും. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിന് കൊടുക്കുക. അതിനോടൊപ്പം എല്ലാം ദൈവം കണക്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഞാനതിനൊരു ഉദാഹരണത്തെ പറയാം. മോശ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ മോശയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു. അപ്പനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, താമസ സ്ഥലം നഷ്ടപ്പെട്ടു, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാതെ വണ്ണം ചിതറിപ്പോയ ഒരു മനുഷ്യനായിരുന്നു മോശ. മോശയുടെ സഹോദരങ്ങളെ, മോശയുടെ അപ്പൻ്റെ അമ്മയുടെ ഒരു കാലം ചിന്തിച്ചാൽ, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്താകുമെന്നറിയാതെ ആയിപ്പോയി. 3 മക്കൾ, പ്രധാനമായി 3 മക്കൾ, വേറെ ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. 3 മക്കൾ, അഹരോൻ, മോശെ, മിര്യാം. ഈ 3 കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഒരുത്തൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ അവൻ നാട് വിട്ടുപോയി. അഹരോൻ എന്തിയെന്നറിയത്തില്ല, മിര്യാം എന്തിയെന്നറിയത്തില്ല. എവിടെയോ അടിമപ്പണി ചെയ്ത് എവിടെയോ ചിതറിപ്പോയി എന്ന് കരുതിയ ഒരു കുടുംബം. എന്നാൽ ഒരു നാളിൽ മരുഭൂമിക്കപ്പുറം ഹോരേബ് എന്ന ദൈവപർവ്വതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഒരു മുൾപ്പടർപ്പിനകത്ത് ഈ മനുഷ്യൻ കണ്ടു. ദൈവവുമായിട്ട് താൻ കണക്റ്റായി. ദൈവവുമായിട്ട് കണക്റ്റായി ഇറങ്ങി വന്ന ഉടനെ താൻ ആരുമായി കണക്റ്റായി? തൻ്റെ സഹോദരൻ അഹരോനുമായി കണക്റ്റായി. അവിടെ നിന്ന് താൻ മിര്യാമുമായി കണക്റ്റായി. അവിടെ നിന്ന് ഇസ്രായേലിനെ മുഴുവനും ഈ മോശ എന്ന ഒറ്റ മനുഷ്യനകത്താണ് കണക്ട് ചെയ്യുന്നത്.
ദൈവവുമായി ഒരുത്തൻ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അവനിൽ കൂടെ ദൈവം കണക്ഷനുകളെ സ്ഥാപിക്കും. ദൈവത്തിൽ നിന്നൊരുവൻ അകന്നാൽ അവൻ്റെ സകല ബന്ധങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന്, ദൈവവുമായിട്ട് ഒരു കണക്ഷനിലേക്ക് കടന്നു വന്നാട്ടെ. എവിടെയൊക്കെ നിങ്ങളുടെ ദൈവിക ബന്ധത്തിന് ഇടുവന്നോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ, ദൈവശബ്ദം കേൾക്കുന്നതിൽ, ദൈവത്തോട് സംസാരിക്കുന്നതിൽ എവിടെ ഇടിവ് സംഭവിച്ചോ അവിടെ ദൈവവുമായിട്ട് കണക്റ്റായി തുടങ്ങിയാട്ടെ. നിങ്ങളുടെ സകല കണക്ഷനുകളെയും ദൈവം അടുപ്പിക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെ പറയുകയാണ്, ഏക ആത്മാവിനാൽ, ബൈ ദ പവർ ഓഫ് സ്പിരിറ്റ് you got entrance to the Father. പിതാവിങ്കലേക്ക് നിങ്ങൾ പ്രവേശിച്ചു, പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു. അടുത്തത് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? നിങ്ങൾ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 18-ാം വാക്യം പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെ അടുക്കലേക്ക് ഒരു ആക്സസ് കിട്ടി, അപ്പനുമായിട്ട് നിങ്ങൾ ഐക്യപ്പെട്ടു. 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല. അടുത്ത ഭാഗം വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. ഇത് പറയുന്നത് പൗരത്വം എന്ന് പറയുമ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവവുമായി, പിതാവുമായി കണക്റ്റ് ആയപ്പോൾ ഇവിടെ ദൈവം അടുത്ത ഒരു കണക്ഷൻ നൽകുകയാണ്. എന്തുമായി ഒരു കണക്ഷൻ? രാജ്യവുമായ കണക്ഷൻ. ഹോളി സ്പിരിറ്റ്. ദൈവവുമായി ഒരു മനുഷ്യൻ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ദൈവം അവൻ എന്തുമായിട്ടൊരു കണക്ഷൻ നൽകും? രാജ്യവുമായിട്ടൊരു കണക്ഷൻ നൽകും. അന്യനായി പരദേശിയായി നടന്ന ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഊരുമില്ല, പേരുമില്ല, പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ല, ആധാറും ഇല്ല, അഭയാർത്ഥി സ്റ്റാറ്റസിൽ, റെഫ്യൂജി സ്റ്റാറ്റസിൽ നടന്ന ഒരുത്തൻ ദൈവവുമായിട്ട് കണക്റ്റ് ആയപ്പോൾ ദൈവം അവൻ എന്തോ നൽകി? ഒരു രാജ്യവുമായിട്ട് ഒരു കണക്ഷൻ. മാത്രമല്ല, രാജ്യത്തിനകത്ത് ഒരു പൗരത്വത്തെ, ഒരു സിറ്റിസൺഷിപ്പിനെ ദൈവം നൽകുകയാണ്. ഇതിൻ്റെ വ്യാപ്തി നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഏക ആത്മാവിനാൽ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് ഒരു ആക്സസ് കിട്ടി, ഒരു എൻട്രൻസ് കിട്ടി. ആ ദൈവവുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ രാജ്യവുമായിട്ട്, വിശുദ്ധന്മാരുടെ രാജ്യവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. സ്വർഗ രാജ്യവുമായിട്ട്, ദൈവരാജ്യവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള ബന്ധം അതൊന്ന് വ്യക്തിബന്ധമാണ്. രണ്ട്, അതൊരു രാഷ്ട്രീയമായ, അതൊരു രാജ്യവുമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന് പകൽക്കാലം ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിലുപരിയായി അത് നയതന്ത്ര തലത്തിൽ, അത് രാഷ്ട്ര തലത്തിൽ ഒരു അധികാരത്തിന്റെ ബന്ധമാണ്. ഓ ഹോളി സ്പിരിറ്റ്, ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ചിലരെ ദൈവ രാജ്യവുമായി കണക്ട് ആക്കുന്നു. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ ഭൂമിയിൽ നിന്ന് ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികളിൽ, വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി അവരെ രാജാക്കന്മാരും അവരെ പുരോഹിതന്മാരുമാക്കി. ഹോളി സ്പിരിറ്റ്, ഓ രാശബപ്രഭാനി, ഇന്ന് പകൽക്കാല ദൈവം ഇതിനകത്തിരിക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നെ പോറ്റി പുലർത്തണമേ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിനപ്പുറമായി ദൈവരാജ്യത്തിൻ്റെ അംബാസഡറായി, ദൈവരാജ്യത്തിൻ്റെ വ്യക്തമായി, ദൈവിക രാഷ്ട്രത്തിൻ്റെ, ദൈവ സംവിധാനത്തിൻ്റെ ഒരു സിസ്റ്റം, കണക്ഷൻ എൻ്റെ മേലുണ്ടാകണം. ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചിലർക്കത് ചെയ്തു തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ എന്നെ രാഷ്ട്രവുമായി കണക്ട് ആക്കുന്നു. ഇവിടെ രാഷ്ട്രവുമായി ദൈവം കണക്ട് ആക്കുകയാണ്. വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, ഒരു രാഷ്ട്രബന്ധം, ഒരു സിറ്റിസൺഷിപ്പ്. ആമേൻ. അതിനെ ഞാൻ രണ്ടാമത് അടുത്ത തലത്തിലേക്ക് പറയുകയാണ്. ദൈവവുമായിട്ടൊരുവൻ ബന്ധപ്പെട്ടാൽ അവൻ അടുത്തത് ബന്ധപ്പെടുന്നത് രാഷ്ട്രങ്ങളുമായിട്ടായിരിക്കും. സ്തോത്ര. എൻകൗണ്ടർ വരുന്നതിന് മുമ്പേ, ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പേ മോശ ദിവസവും ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നറിയാമോ? ആടെ അങ്ങോട്ട് പോകാതെ, ആടെ ഇങ്ങോട്ട് വരാതെ,
പറയാതാടെ, ആടെ പറയുന്ന കേൾക്കാതെ ഈ ആടിനെയൊക്കെ ഞാൻ എങ്ങനെ നടത്താം? ഇദ്ദേഹം ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടാ? ആടിനോടാ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എൻകൗണ്ടർ വന്നപ്പോൾ അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നത് ആരോടാ? ഫറവോനോട്, രാജ്യത്തോട്, രാഷ്ട്രത്തോട്. ഇന്ന് പകൽക്കാല ദൈവിക ബന്ധ നിന്റെ കണക്ഷൻ റലത്തെ, നിന്റെ കണക്ഷൻ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുക. ഓ ഓ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് കയറി വന്നാട്ടെ. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് കയറി വന്നാട്ടെ. ഇതിനകത്ത് ദൈവം ചിലരെ രാജ്യവുമായി കണക്ട് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവ് ചിലരെ രാജ്യവുമായി കണക്ട് ചെയ്യുവാൻ, രാജ്യവുമായി ഹേ, നീ ആടിനോട് സംസാരിച്ച കാലം കഴിഞ്ഞോ? ഹോളി സ്പിരിറ്റ് രാധാന സഥാനിയ ആധാന സദാനിയ ലഖാനിയ രാധാനിയ ഉറുമശല പ്രഭാഷ്യ പ്രഭാനിയ. അന്ന് വരെ ആടിനെ നിയന്ത്രിക്കാൻ മാത്രം ഉപയോഗിക്കപ്പെട്ട ആ വടിയെ ദൈവം പറയുകയാണ്, ഇനി ഇത് ആടിനെ മേയ്ക്കാനുള്ള വടിയല്ല, ഇത് മിസ്രൈമ്യ മന്ത്രവാദികളെ വിഴുങ്ങാൻ, അവന്റെ ആധിപത്യങ്ങളെ ഒതുക്കാനുള്ള വഴിയാണ്. ഇന്ന് പകൽക്കാല ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, ദൈവം നിനക്ക് രാഷ്ട്രങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, യെസ്, ഒരു ടെറിട്ടറിയെ പിടിച്ചെടുക്ക. ഒരു ടെറിട്ടറിയെ അർദ്ധന ലഗസ്യ പ്രവാഹനിയ അർദ്ധന രഗസബ പ്രവഹനിയ റൽതോനിയ ബാഷ്പഹതിയ നഹസതനാദിയ. ജീസസ് ജീസസ് ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, രൂബേന് പകരം യഹൂദനെ രാജാവാക്കുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണത്തെ ഞാൻ പറയാം. യോർദാൻ്റെ തീരത്തേക്ക് കടന്നു വന്നപ്പോൾ രൂബേന്യരും ഗാദ്യരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ആടുമാടുകൾക്കൊക്കെ പറ്റിയ സ്ഥലം ഇവിടെയാണ്, ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ സെറ്റിലായിക്കൊള്ളാം. അവർ ദൈവത്തെ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയാണ്. അവരുടെ ജോലി, അവരുടെ ഭാര്യ, അവരുടെ മക്കൾ, അവരുടെ വിഷയം, ഇതൊക്കെ അവർ സെറ്റിൽ ചെയ്യുകയാണ്. പക്ഷെ യഹൂദനായിരിക്കുന്നവൻ അവൻ സ്വന്തം കാര്യങ്ങളെ സെറ്റിൽ ചെയ്യുകയല്ല, അവൻ ജനത്തിന്റെ മുമ്പിൽ കടന്നു ചെന്ന് ദൈവിക വാഗ്ദത്തത്തിനൊത്തവണ്ണ അനാക്യരുടെ കയ്യിലിരുന്ന കനാൻ 7 ജാതികളെ 31 രാജാക്കന്മാരെ നീക്കി കളഞ്ഞുകൊണ്ട് അവൻ ആ കനാനെ മുഴുവൻ പിടിച്ചെടുത്ത് അവൻ ദൈവ രാജ്യത്തിന് വേണ്ടി പണിയുകയാണ്. യഹൂദന്മാർ കടന്നു ചെന്ന് ദൈവ രാജ്യത്തിന് വേണ്ടി കിര്യത്തർബ പിടിച്ചെടുത്ത് ഹെബ്രോനാക്കുന്നു, ആ മല പിടിച്ചെടുക്കുന്നു, ഈ മല പിടിച്ചെടുക്കുന്നു. ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിച്ചപ്പോൾ ദൈവം പറഞ്ഞോ, അമ്മേൻ, സ്വന്തം ആടിനെ നോക്കിയിരിക്കുന്ന രൂപൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഗാദ്യൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. പകരം എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി നിന്ന, എൻ്റെ നാമത്തിന് വേണ്ടി നിന്ന, എൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്ന യഹൂദനെ മുമ്പിലേക്ക് കൊണ്ടുവാ, അവൻ്റെ പക്കൽ ഞാൻ സിംഹാസനം കൊടുക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യെസ്, ജീവിതത്തിലെ ഒരു വിടുതലല്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ, അതിലപ്പുറം ദൈവരാജ്യത്തിന്റെ ഒരു വ്യക്തമായി, ദൈവരാജ്യത്തിന്റെ ഒരു അധികാരം അതെന്റെ മേൽ ഇറങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ ഇറങ്ങുന്ന അഭിഷേക ഒരു വിടുതലിന്റെ അഭിഷേകമല്ല, ഒരു അധികാരത്തിന്റെ അഭിഷേകം, ഒരു സൗഖ്യത്തിന്റെ അഭിഷേകമല്ല, രോഗശാന്തി വരുത്തുന്ന ഒരു അഭിഷേകം, ഒരു ഭൂതശാന്തി അല്ല, പോരാട്ടങ്ങളിൽ നിന്നൊരു വിടുതലല്ല, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു അധികാരം. രാജ്യവുമായി കണക്ട് ആകട്ടെ. അവിടെ പറയുകയാണ്, പിതാവിന്റെ അടുക്കലേക്ക് ആക്സസ് കിട്ടിയ നീ ഇനിയും രാജ്യവുമായി കണക്ട് ആവുകയാണ്. അടുത്തതായി പറയുകയാണ്, രാജ്യവുമായിട്ടുള്ള കണക്ഷനിൽ അവസാനിച്ചില്ല, നീ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും അടുത്തത് ദൈവത്തിന്റെ ഭവനക്കാരുമായി വരികയാണ്. അവിടെ റിലേഷന്റെ കുറച്ചും കൂടെ ബോണ്ടായിട്ട് വരുന്നിട്ട് പറയുകയാണ്, സ്തോത്ര, ഇവിടെ നിന്നെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നിന്നെ കൊണ്ടുവരിക.
പറയുകയാണ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. അങ്ങനെയെങ്കിൽ ദൈവം കുടുംബത്തിനകത്തെ കണക്ഷനുകൾ ദൈവ സാന്നിധ്യത്തിനകത്ത് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിതിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ദൈവ പൈതൽ ആരാണ്? ഇവിടെ ഒരു ദൈവ പൈതൽ ക്രിസ്തേശു മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനക്കല്ല്. അപ്പോൾ ഒരു ദൈവ പൈതൽ ആരാ? ജീവനുള്ള കല്ലായിരിക്കുന്ന അവൻ്റെ അടുക്കിലേക്ക് മനുഷ്യർ തള്ളിക്കളഞ്ഞ് മൂലക്കല്ലായിരിക്കുന്ന അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നവണ്ണം പണിയപ്പെടുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ആരാണ്? കല്ലുകളാ. നിങ്ങൾ കല്ലുകളാ. കല്ലിനൊരിക്കലും ഒരിടത്തു നിന്ന് കയറി വേറൊരിടത്തേക്ക് കയറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. കല്ലിനെ കണക്ട് ചെയ്യാൻ, കല്ലിനെ എടുത്ത് മുകളിൽ വെക്കാൻ ഒരാൾ വേണം. ഇനിയും ഈ കല്ലിനെ എടുത്ത് മുകളിൽ വെച്ചാൽ ഈ കല്ല് അവിടെ ഇരിക്കുമോ? ഈ കല്ലുകളെ തമ്മിൽ ബോണ്ട് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ സിമെന്റ്, ചാന്ത്, അതുണ്ടെങ്കിലേ ഇത് തമ്മിൽ എന്താകത്തുള്ളൂ? കണക്റ്റ് ആകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പറയുകയാണ്, ഈ ഡിവൈൻ കണക്ഷനകത്ത് നിനക്ക് ഒരു എഫോർട്ടുമില്ല. യു സിറ്റ് ദെയർ, ദ മൈസൺ വിൽ കം. നീ വെറുതെ അവിടെ ഇരിക്കാൻ. പണിക്കാരൻ വരും, കല്ലെടുക്കും, ചെത്തേണ്ടിയത് ചെത്തും, മുറിക്കേണ്ടിയത് മുറിക്കും, നിന്നെ ഷേപ്പ് ചെയ്യും. എന്നിട്ടെടുത്ത് നിന്നെ ആ ക്രിസ്തു എന്ന അപ്പോസ്തലിക പ്രവാചക ആ അടിസ്ഥാനത്തിന്മേൽ നിന്നെ വെക്കും. കർത്താവേ, അതുമായിട്ട് ഞാൻ വെച്ചാലും ഞാൻ സെറ്റാകത്തില്ല. നിന്റെ സെറ്റിലിങ്ങിന് പ്രതികൂലമായി നിൽക്കുന്ന ഇടത്ത് എൻ്റെ കൃപയുടെ സിമെൻറ്റിങ്ങിനെ ഞാൻ അവിടോട്ട് വെച്ച്, എൻ്റെ അഭിഷേകത്തിൻ്റെ സിമെൻറ്റിങ്ങിനെ ഞാൻ അവിടോട്ട് വെച്ച് നിന്നെ ഞാൻ പണിയപ്പെടും. നിന്നെ ഞാൻ പണിയും. ജീസസ്, നീ പണിതിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു സ്പിരിച്വൽ ബോണ്ടിങ് ആണ് കാണുവാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇനിയും കുറച്ച് സാവകാശം പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് ഗ്രഹിക്കണേ ആ വിഷയം. ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തമായി ചിലതിനെ കണക്ട് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഭയങ്കരമായി ചില ബന്ധങ്ങളിലേക്ക് ദൈവം കണക്ട് ചെയ്യും. സ്തോത്രം.